ഇനി രുചി, മുഖഭാവം എന്നിവയുമായി ബന്ധപ്പെട്ട നെർവ്. രുചി, മുഖഭാവം, നമ്മുടെ മുഖത്തുണ്ടാവുന്ന വ്യത്യസ്ത ഭാവങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നെർവ് ഫേഷ്യൽ നെർവ്. നാക്കിനെ ബാധിക്കുന്ന ഒരു രോഗം റെഡ് ബീഫ് ടങ്. നാക്കിനെ ബാധിക്കുന്ന രോഗം റെഡ് ബീഫ് ടങ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം നമുക്കറിയാം, ത്വക്കാണ് ഏറ്റവും വലിയ അവയവം എന്നുള്ളത്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. ഈ ത്വക്കിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന ഒരു പേരുണ്ട്. ഏറ്റവും വലിയ അവയവമായ ത്വക്കിനെ കുറിച്ചുള്ള പഠനം. ഏറ്റവും വലിയ അവയവമായ ത്വക്കിനെ കുറിച്ചുള്ള പഠനം. ഡെർമറ്റോളജി എന്നാണ് ഈ പഠനത്തിനെ അറിയപ്പെടുന്നത്. ഡെർമറ്റോളജി. ഇനി ത്വക്കിന് മാർദ്ദവം നൽകാൻ സഹായിക്കുന്ന ഇത്, അതായത് ഒരു സ്രവത്തിൻ്റെ പേരുണ്ട്. ത്വക്കിന് മാർദ്ദവം നൽകുന്ന സ്രവം. സെബം എന്നാണിത് അറിയപ്പെടുന്നത്. സെബം. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് സെബേഷ്യസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നു. സെബേഷ്യസ് ഗ്രന്ഥി. ഉൽപ്പാദിപ്പിക്കുന്നത് സെബേഷ്യസ് ഗ്രന്ഥിയാണ്. ഇനി ത്വക്കിൻ്റെ മേൽപ്പാട അടർന്നു വീഴുന്ന രോഗാവസ്ഥ. ത്വക്കിൻ്റെ മേൽപ്പാട അടർന്നു വീഴുന്ന രോഗാവസ്ഥയെ സോറിയാസിസ് എന്നാണ് അറിയപ്പെടുന്നത്. സോറിയാസിസ്. ഇനി ത്വക്കിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ. ത്വക്കിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ. ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങൾ സോറിയാസിസ്, എക്സിമ ആൻഡ് അരിമ്പാറ. സോറിയാസിസ്, എക്സിമ, അരിമ്പാറ. അരിമ്പാറയ്ക്ക് കാരണമായ രോഗാണു ഒരു വൈറസാണ്. അരിമ്പാറയ്ക്ക് കാരണമായ രോഗാണു വൈറസ്. രോഗാണു വൈറസ്. അപ്പോൾ നമ്മൾ കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള, അതായത് രുചി, മുഖഭാവം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട നെർവ് ഫേഷ്യൽ നെർവ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ നാക്കിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് റെഡ് ബീഫ് ടങ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ അവയവമായ ത്വക്കിനെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ ഡെർമറ്റോളജി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ
ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയാറുണ്ട് ചില സന്ദർഭങ്ങളിൽ. അതായത് റിസർച്ചൊക്കെ നടത്തുന്ന ആളുകൾ അതേസമയം അസുഖത്തിന് ചികിത്സിക്കുകയും ചെയ്യുന്ന, റിസർച്ച് നടത്തുകയും കൂടി ചെയ്യുന്നവർ സ്കിൻ സ്പെഷ്യലിസ്റ്റ് വിത്ത് ഡെർമറ്റോളജി എന്നാണ് പറയാറുള്ളത്. ത്വക്കിന് മാർദ്ദവം നൽകുന്ന സ്രവത്തിൻ്റെ പേര് സെബം എന്നാണ്. സെബേഷ്യസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഈ ചില കമ്പനികളൊക്കെ ഇപ്പം നമ്മുടെ സ്കിന്നിന് സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റൊക്കെ സെബാമെഡ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് ഈ പേരുമായി ബന്ധപ്പെട്ടിട്ടാണ്. ത്വക്കിൻ്റെ മേൽപ്പാട അടർന്നു വീഴുന്ന രോഗാവസ്ഥയെ നമ്മൾ സോറിയാസിസ് എന്നാണ് പറയുന്നത്. ത്വക്കിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ സോറിയാസിസും എക്സിമ ആൻഡ് അരിമ്പാറ. അരിമ്പാറ ഒരു തരം വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഈ അസ്ഥികളെ കുറിച്ചിട്ടുള്ള പഠനം, അതായത് നമുക്ക് എന്തുമാത്രം ചെറിയതായാലും വലുതായാലും ഒരുപാട് എല്ലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അസ്ഥികളെ കുറിച്ചാണ് പറയാനുള്ളത്. അടുത്തായിട്ട് അസ്ഥികൾ. ഇതിൽ മനുഷ്യ ശരീരത്തിൽ പ്രായപൂർത്തിയായ ഒരാളിൽ 206 അസ്ഥികളാണ് ഉണ്ടാവുന്നത്. ആദ്യമായിട്ട് നമുക്ക് അസ്ഥികളെ കുറിച്ചുള്ള പഠനശാഖ ഏതാണെന്ന് നോക്കാം. പഠനശാഖയുടെ പേര് ഓസ്റ്റിയോളജി എന്നും ഓർത്തോപീഡിക്സ് എന്നും പറയാറുണ്ട്. ഓസ്റ്റിയോളജി ഓർ ഓർത്തോപീഡിക്സ്. ഇനി പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിൽ 206 അസ്ഥികളാണ് ഉള്ളത്. പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിൽ ഒരു വ്യക്തിയിൽ 206 അസ്ഥികളുണ്ട്. ഇന്ത്യയിൽ അസ്ഥി ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. ഇന്ത്യയിൽ അസ്ഥി ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ല്, അതായത് ഫീമറാണ്. ഏറ്റവും നീളം കൂടിയ നാഡി സിയാറ്റിക് നെർവ്. ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പീസ്. നമുക്കാദ്യം ഏറ്റവും വലിയ അസ്ഥിയും ഏറ്റവും ചെറിയ അസ്ഥിയും നോക്കാം. ഏറ്റവും വലിയ അസ്ഥി തുടയെല്ലാണ്. ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പീസ്. തോളെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ക്ലാവിക്കിൾ. തോളെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ക്ലാവിക്കിൾ. കാൽമുട്ട് ചിരട്ടയുടെ ശാസ്ത്രീയ നാമം പാറ്റല്ല. കാൽമുട്ട് ചിരട്ടയുടെ ശാസ്ത്രീയ നാമം പാറ്റല്ല. കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം. കഴുത്തിലെ കശേരുക്കളുടെ ഏഴാണ്. നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം. നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 33. ഇനി നമ്മുടെ വാരിയെല്ലുകളുടെ എണ്ണം 24. അപ്പോൾ നമ്മളുടെ ശരീരത്തിലെ അസ്ഥികൾ ഓരോന്നിനും എന്തുമാത്രം ഉണ്ടോ എന്നുള്ളതൊക്കെയാണ്. പഠനശാഖയെ ഓസ്റ്റിയോളജി എന്ന് പറയും.
നമ്മുടെ ശരീരത്തിൽ പ്രായപൂർത്തിയായവരിൽ 206 അസ്ഥികളുണ്ട്. അസ്ഥി ബാങ്ക് ചെന്നൈയിൽ സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും വലിയ അസ്ഥി തുടയിൽ ചെറുത് സ്റ്റേപ്പിയസ്. തോളലിൻ്റെ ശാസ്ത്രീയനാമം കാവിക്കിൾ. കാൽമുട്ട് ചിരട്ടയുടെ ശാസ്ത്രീയനാമം പാറ്റെല്ല. കഴുത്തിലെ കശേരുക്കൾ 7, നട്ടലിലെ കശേരുക്കൾ 33. നമുക്കുള്ള വാരിയെല്ലുകളുടെ എണ്ണം 24. ഒരു കൈയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണെന്ന് നോക്കാം. ഒരു കൈയിലെ അസ്ഥികളുടെ എണ്ണം 30 ആണ്. ചെവിയിലെ അസ്ഥികളുടെ എണ്ണം ചെവിയിലെ അസ്ഥികളുടെ എണ്ണം ചെവിയിലെ അസ്ഥികൾ 3 ആണ്. കാലിലെ അസ്ഥികളുടെ എണ്ണം 30 ആണ്. കാലിലെ അസ്ഥികളുടെ എണ്ണം 30 ആണ്. ഇനി തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം 22. തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം 22 ആണ്. മുഖ അസ്ഥികളുടെ എണ്ണം 14. മുഖ അസ്ഥികൾ 14 ആണ്. ഇനി വിജാഗിരി സന്ധിക്ക് ഉദാഹരണം കൈമുട്ട്, കാൽമുട്ട്. വിജാഗിരി സന്ധിക്ക് ഉദാഹരണം കൈമുട്ട്, കാൽമുട്ട്. കയ്യിലെ പ്രധാനപ്പെട്ട അസ്ഥികൾ. കയ്യിലെ പ്രധാനപ്പെട്ട അസ്ഥികൾ. കയ്യിലെ പ്രധാനപ്പെട്ട അസ്ഥികൾ റേഡിയസ്, അൾന എന്നിവയാണ്. റേഡിയസ്, അൾന. കാലിലെ പ്രധാനപ്പെട്ട അസ്ഥികൾ ഫിബുല, ടിബിയ. കാലിലെ പ്രധാനപ്പെട്ട അസ്ഥികൾ ഫിബുല, ടിബിയ. ഇനി അസ്ഥികളെ ബാധിക്കുന്ന രോഗങ്ങൾ. അസ്ഥികളെ ബാധിക്കുന്ന രോഗങ്ങൾ. ആർത്രൈറ്റിസ്, ഓസ്റ്റിയോമലേഷ്യ. ആർത്രൈറ്റിസ്, ഓസ്റ്റിയോമലേഷ്യ. ഓസ്റ്റിയോപൈറോസിസ്. റിക്കറ്റ്സ് എന്നിവയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അസ്ഥികളുടെ നമ്മുടെ ഓരോരോ ഭാഗത്തുള്ള അസ്ഥികളുടെ എണ്ണം എത്രയാണെന്നാണ് ആദ്യം പറഞ്ഞത്. കയ്യിൽ നമുക്കാകെ 30 അസ്ഥികൾ, ചെവിയിൽ 3, കാലിൽ 30 അസ്ഥികൾ. മുഖ അസ്ഥികളുടെ എണ്ണം 14 ആണ്. നമ്മുടെ വിജാഗിരി സന്ധിക്ക് ഉദാഹരണമായിട്ട് പറയുന്നത് കൈമുട്ട്, കാൽമുട്ട് എന്നിവയാണ്. കയ്യിലെ പ്രധാനപ്പെട്ട അസ്ഥികളെ റേഡിയസ് എന്നും അൾന എന്നുമാണ് അറിയപ്പെടുന്നത്. കാലിലെ പ്രധാനപ്പെട്ട അസ്ഥികളെ ഫിബുല, ടിബിയ. അസ്ഥികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോമലേഷ്യ, ഓസ്റ്റിയോപൈറോസിസ് ആൻഡ് റിക്കറ്റ്സ്. അപ്പോൾ നമ്മളിന്ന് പ്രധാനമായിട്ടും നമ്മുടെ വൃക്കയിൽ നിന്നാണ് തുടങ്ങിയത്. വൃക്കയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ കരളിലേക്ക് പോയി. പിന്നീട് നമ്മൾ ത്വക്ക്, നാക്ക് മുതലായ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള പഞ്ചേന്ദ്രങ്ങളിൽ പെടുന്ന ചില അവയവങ്ങളിലേക്ക് പോയി. അതിനുശേഷം നമ്മൾ അസ്ഥികളെക്കുറിച്ച്, നമ്മൾ ന്യൂറോണുകളെ കുറിച്ചിട്ട് പറയുണ്ടായി. ന്യൂറോണുകളുടെ ഘടനയെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഈ അസ്ഥികളെ കുറിച്ചിട്ട് നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അസ്ഥികളും അതിൽ ഏറ്റവും വലുത് ഏതാണ്, ഏറ്റവും ചെറുത് ഏതാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്.